അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മുട്ട ചേർക്കാതെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ മുട്ട ചേർക്കണില്ല, അതുപോലെ മൈദയും ചേർക്കണില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. അധികം പുളിപ്പില്ലാത്ത അതുപോലെ തണുപ്പില്ലാത്ത തൈര് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഈ നെയ്യിന് പകരം നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർക്കുന്ന സമയത്തൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുക. ഓയിൽ ചേർക്കണ്ട കേട്ടോ, ഓയിലിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇനി അതുപോലെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അധികം ആൾക്കുള്ള സംശയം ബേക്കിംഗ് സോഡയും അപ്പസോഡയും ഒന്നാണോ എന്നുള്ളതാണ്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. സോഡാപ്പൊടി അപ്പസോഡ, ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. സോഡ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ മൈദയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. അപ്പോൾ പാലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഈ ഒരു ഗോതമ്പ് പൊടി ചേർക്കുന്ന സമയത്ത് ചേർത്താൽ മതി. എന്നിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പാൽപ്പൊടി അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളം ചൂടുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ പാലേ നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഓരോ പൊടിക്കനുസരിച്ച് മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നമ്മൾ നല്ല പോലെ തന്നെ കുഴച്ചിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. നമ്മൾ എത്രത്തോളം കുഴക്കുന്നു അത്രത്തോളം നന്നായിട്ട് വരും പാൽ കേക്ക് കേട്ടോ, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനി നമ്മളിത് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റൊക്കെ നമ്മൾ അടച്ചിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഒന്ന് മാവ് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും വെള്ളവും ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരുപാട് ഇങ്ങോട്ട് പഞ്ചസാര പാവ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾ കൈ വെച്ചിട്ട് വേണമെങ്കിൽ പരത്തുക, അല്ലെങ്കിൽ ചപ്പാത്തി റോളർ വെച്ചിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കുക. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടൊന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് കനം കുറച്ചിട്ടല്ല നമ്മളിത് പരത്തിയെടുക്കേണ്ടത്, കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൈ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും ഒരേ രീതിയിലാവുന്ന പോലെ പരത്തിയെടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പരത്തിയെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പാൽ കേക്കിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പാൽ കേക്കിൻ്റെ ആ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഇതാക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏത് ഷേപ്പിലാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കത്തിയിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മൾ എല്ലാം ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓരോ പീസസ് എടുത്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് നമ്മളിത് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ചൂടാക്കിയിട്ടല്ല നമ്മൾ ഓയിൽ, സാധാരണ നമ്മളെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതൊരു മീഡിയം ചൂടിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല ചൂടിൽ ആണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവും, ഉൾഭാഗം വേവൂല. അപ്പോൾ ഒരു പച്ചയായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട്
ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. അത് നമ്മൾ ഇട്ടതിനേക്കാളും ഒരു ഡബിൾ സൈസായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽ കേക്കാണ്. അപ്പോൾ മുട്ട ചേർത്തിട്ടുണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. മുട്ട ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ 2 രീതിയിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള വീഡിയോസൊക്കെ സമയം കിട്ടും പോലെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള മൊത്തം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കരുത്, ഉൾഭാഗം വേവൂല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽ കേക്കാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം വെച്ചിട്ട് നമുക്കിത് കോരി മാറ്റാം. ഷുഗർ സിറപ്പിലിടുന്ന സമയത്ത് ചെറുതായിട്ട് ചൂട് വേണം കേട്ടോ. ഇനി നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ ആ ഒരു വെള്ളതായിട്ട് മുകൾ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പാവ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു നൂൽ പരുവാകുന്ന ആ ഒരു രീതിയിൽ എടുക്കുക. എന്നാലും നിങ്ങൾക്ക് നമ്മളെ ഇതിൽ മടക്കിനൊക്കെ പോലെ ഉണ്ടാവുന്ന ആ ഒരു ഇതിൽ പഞ്ചസാരൻ്റെ കോട്ടിങ് അതിൻ്റെ മുകളിൽ നന്നായിട്ടുണ്ടാവും. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ പഞ്ചസാരയുടെ കോട്ടിംഗ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.